ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കേറ്ററ്റ് എക്സാമിൻ്റെ കാറ്റഗറി 1-ലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള 30 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ചാനലിൽ 4ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, EVS ക്ലാസ്സുകളും LSS ക്ലാസ്സുകളും ഒക്കെ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ഓക്കെ ഡിയേഴ്സ്, ഇനി വരുന്ന കേറ്ററ്റ് എക്സാം, അതായത് 2026-ലെ ഫസ്റ്റ് എക്സാം ഫെബ്രുവരി 21-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിക്കാനാണെങ്കിൽ കുറേയേറെ ഉണ്ട് താനും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമുക്കിവിടെ കിട്ടും. നല്ല അധ്യാപകരാകാൻ നമുക്ക് നന്നായി പഠിക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടന്നാലോ. ഇവിടെ മാത്സിൻ്റെ ആദ്യത്തെ ചോദ്യം, അതായത് 31ാമത്തെ ചോദ്യം, കഴിഞ്ഞ ക്ലാസ്സിലെ കാറ്റഗറി 1-ലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിലെ 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് ആൻസർ കണ്ടെത്തിയത്. സോ ഇത് മാത്സിലേക്ക് വരുമ്പോൾ 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏത്? വാട്ട് ഈസ് ദ സിമ്പിൾ റെപ്രസെൻറ്റിംഗ് 0 ഇൻ ദ റോമൻ ന്യൂമറൽ സിസ്റ്റം? ഓപ്ഷൻ എ M, B, C, ഓപ്ഷൻ സി L ആൻഡ് ഓപ്ഷൻ ഡി പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇല്ല. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇല്ല. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ 0യെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിമ്പൽ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് 32 ആണ് ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. എ 3.7 സെൻറ്റിമീറ്റർ ഈക്വൽസ് 37 മില്ലിമീറ്റർ. ഓപ്ഷൻ ബി 5.03 മീറ്റർ 503 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ സി 9 മീറ്റർ 900 സെൻറ്റിമീറ്റർ. ലാസ്റ്റ് ഓപ്ഷൻ ഡി 7 കിലോമീറ്റർ 70,000 മില്ലിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയത് കണ്ടുപിടിക്കാനാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. 7 കിലോമീറ്റർ 70,000 മില്ലിമീറ്റർ എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. 7 കിലോമീറ്റർ എന്നാൽ 70,000 മില്ലിമീറ്റർ അല്ല, 70 ലക്ഷം മില്ലിമീറ്റർ ആണ്. അതായത് 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1000 മീറ്റർ ആണല്ലോ. 1 മീറ്റർ എന്നത് 100 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്നതോ 10 മില്ലിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഈ 1000 × 100 × 10 ആണ്. അതുകൊണ്ട് തന്നെ 1 കിലോമീറ്റർ എന്നുള്ളത് എത്ര മില്ലിമീറ്റർ ആണെന്ന് കണ്ടെത്താനായിട്ടാണ് ഈ 1000 × 100 × 10 നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വരും? 10 lakhs മില്ലിമീറ്റർ ആണ്. 10 ലക്ഷം മില്ലിമീറ്റർ അഥവാ 1 ദശലക്ഷം മില്ലിമീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 1 എന്നുള്ളത് 7 ആകുമ്പോഴോ 7 കിലോമീറ്റർ ആകുമ്പോൾ 70 ലക്ഷം മില്ലിമീറ്റർ ആണ്. 70 lakh മില്ലിമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 33ാമത്തെ ക്വസ്റ്റ്യൻ. 20ൻ്റെ 40% 50ൻ്റെ 30% കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത് സംഖ്യയുടെ 50% ഓപ്ഷൻസ് 23, 100, 46, 92. The number obtained by adding 40% of 20 and 30% of 50 is 50% of which number എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 23, 100, 46 ആൻഡ് 92 ആണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 46 ആണ്, 46. ഇതെങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ? 40% ഓഫ് 20 എന്ന് പറയുന്നത് 40/100 × 20 ആണ്. അതായത് 8 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് 30% ഓഫ് 50 ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 30/100 × 50 ചെയ്ത് നോക്കിയാൽ മതി. സോ എത്ര കിട്ടും? 15 കിട്ടും, 15. ഈ 15ഉം 8ഉം കൂടി നമ്മൾ ആഡ് ചെയ്യുക, 23 കിട്ടും. സോ ആൻസറിലേക്ക് എത്താൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യേണ്ടത് ഫൈൻഡ് ദ നമ്പർ ഹൂസ് 50% ഈസ് 23. അതായത് ഏത് സംഖ്യയുടെ പകുതിയാണ് 23? 50% ആണ് 23. 23 + 23 നോക്കിയാൽ മതി, 46 ആണ്. സോ ദ ആൻസർ ഈസ് 46. 34ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തതേത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഇൻകറക്റ്റ്? തെറ്റായത് നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 0.2 ഈക്വൽസ് 2/10 ഈക്വൽസ് 1/5 എന്ന് തന്നിട്ടുണ്ട്. ബി തന്നിരിക്കുന്നത് 0.04 ഈക്വൽസ് 4/100 ഈക്വൽസ് 1/25 ആണെന്ന് തന്നിരിക്കുന്നു. ഓപ്ഷൻ സി തന്നിരിക്കുന്നത് 0.25 സമം 25/100 സമം 1/4 ആണെന്നാണ് തന്നിട്ടുള്ളത്. ഡി തന്നിരിക്കുന്നത് 1.25 125/1000 സമം 1/8 ആണെന്നാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്.
ഇവിടെ ഓപ്ഷൻ എയും ബിയും സിയും തന്നിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, പക്ഷേ ഡി വരുമ്പോൾ 125/1000 എന്ന് പറയുന്നത് 1.25 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 0.125 വരുമ്പോഴാണ് ഇവിടെ 125/1000 = 1/8 എന്നുള്ള ആൻസർ വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 1.25-നാണ്. സോ ദി ആൻസർ ഈസ് ഇൻകറക്റ്റ്, റോങ് ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതേണ്ട ആൻസർ ഓപ്ഷൻ ഡി ആണേ. 35-ാമത്തെ ചോദ്യം, 28,467 എന്ന സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? ഓപ്ഷൻ എ 76, ബി 67, സി 467 ആൻഡ് ഡി 647. English question. What is the remainder when the number 28,467 is divided by 100? ആൻസർ ബി ആണ്, 67 ആണ് റിമൈൻഡർ ശിഷ്ടമായിട്ട് കിട്ടുന്നത്. 36-ാമത്തെ ചോദ്യം, നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ അടുത്ത ക്ലാസ്സിലേക്കുള്ള സ്ഥാനക്കയറ്റം തീരുമാനിക്കുന്നതിന്, ബി മികവിനുള്ള സമ്മാനങ്ങൾ തീരുമാനിക്കുന്നതിന്, സി പഠന നേട്ടങ്ങൾക്കുള്ള സ്കോറുകൾ നിർണ്ണയിക്കുന്നതിന്, ഡി പഠനത്തിലുള്ള പ്രയാസങ്ങൾ കണ്ടെത്തുന്നതിന്. ദി മെയിൻ പർപ്പസ് ഓഫ് യൂസിങ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് ഡാഷ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ടു ഗീവ് പ്രൊമോഷൻ ടു ദ നെക്സ്റ്റ് ക്ലാസ്, ബി ടു പ്രൊവൈഡ് റിവാർഡ്സ് ടു അച്ചീവ്മെൻറ്റ്സ്, സി ടു ഗീവ് സ്കോർ ഫോർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഡി ടു ഫൈൻഡ് ഡിഫിക്കൽട്ടീസ് ഇൻ ലേണിംഗ്. ആൻസർ ഡി ആണ്, പഠനത്തിലുള്ള പ്രയാസങ്ങൾ കണ്ടെത്തുന്നതിനാണ് നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 37-ാമത്തെ ചോദ്യം, ഈ ക്രമത്തിൽ തുടർന്നാൽ അടുത്ത ചിത്രത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ടാകും? 25, 35, 30, 55. If we continue like this, how many squares will there be in the next picture? 25, 35, 30 and 55 ആണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ആൻസർ 25 ആണ്, ഓപ്ഷൻ എ 25. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു സ്ക്വയറാണുള്ളത്, രണ്ടാമത്തെ ചിത്രത്തിൽ 2 സ്ക്വയറുകളുള്ള 2 ഭാഗങ്ങളാണുള്ളത്. അതേപോലെ തന്നെ മൂന്നാമത്തെ ചിത്രത്തിൽ 3 സ്ക്വയറുകളുള്ള 3 ഭാഗങ്ങളുണ്ട്. അതേപോലെ നാലാമത്തെ ചിത്രത്തിലാണെങ്കിൽ 4 സ്ക്വയറുകൾ ഉൾപ്പെടുന്ന 4 ഭാഗങ്ങളുണ്ട്. സോ നെക്സ്റ്റ് വരുന്നത് 5 സ്ക്വയറുകളുള്ള 5 ഭാഗങ്ങളായിരിക്കും. അങ്ങനെ ഒരു പിക്ചർ ആയിരിക്കും വരുന്നത്. അപ്പോൾ 5 × 5 25 സ്ക്വയേഴ്സ് ടോട്ടൽ വരും. ഓക്കെ. 38-ാമത്തെ ചോദ്യം, ഗണിത പഠനത്തിൽ ബാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ വിദ്യാലയത്തിലെ കെട്ടിടങ്ങൾ, ക്ലാസ് മുറി, ചുമരുകൾ, വാതിലുകൾ, ജനലുകൾ, ചുറ്റുപാടുകൾ, കോണിപ്പടി ഇവ ഗണിത പഠനത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക, ബി ഗൃഹാന്തരീക്ഷത്തിലെ ഗണിത പഠനം മെച്ചപ്പെടുത്തുക, സി ഗണിത പഠനത്തിൽ ഗൃഹപാഠങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക, ഡി ഗണിത പഠനത്തിനായി കൂടുതൽ റഫറൻസ് പുസ്തകങ്ങൾ ലഭ്യമാക്കുക. The mathematics learning program Bala aims, option A, utilize the school buildings, classrooms, walls, doors, windows, surroundings and stairs appropriate for mathematics learning. Option B, improve mathematics learning in home environment. Option C, increase the importance of homework in mathematics learning. And option D, provide more reference books in for mathematics learning. ഇതിൻ്റെ ആൻസർ ഏതാണ്? എന്താണ് ബാല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്നാണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വിദ്യാലയത്തിലെ കെട്ടിടങ്ങളും, ക്ലാസ് മുറിയും, ചുവരുകളും, വാതിലുകളും, ജനലുകളും, ചുറ്റുപാടുകളും, കോണിപ്പടികളും ഒക്കെ ഗണിത പഠനത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ആൻസർ വരുന്നത്. 39-ാമത്തെ ചോദ്യം, മൂർത്തമായ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുവായ നിഗമനത്തിൽ എത്തിച്ചേരുന്ന ഗണിത പഠന രീതി ഏത്? ദി മെത്തേഡ് ഓഫ് ലേണിംഗ് മാത്തമാറ്റിക്സ് ത്രൂ കോൺക്രീറ്റ് എക്സാമ്പിൾസ് ടു അറൈവ് എ ജനറൽ കൺക്ലൂഷൻ ഈസ് കോൾഡ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ആഗമന രീതി, അതായത് ഇൻഡക്റ്റീവ് മെത്തേഡ്, ബി നിഗമന രീതി ഡിഡക്റ്റീവ് മെത്തേഡ്, ഓപ്ഷൻ സി പ്രോജക്റ്റ് രീതി പ്രോജക്റ്റ് മെത്തേഡ്, ഡി പരീക്ഷണ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് പരീക്ഷണ രീതി. ഇതിൻ്റെ ആൻസർ എ ആണ്, ആഗമന രീതിയാണ്, ഇൻഡക്റ്റീവ് മെത്തേഡ്. അതായത് ഉദാഹരണങ്ങളിൽ നിന്നാണ് നമ്മൾ ഇവിടെ നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്, ഇൻഡക്റ്റീവ് മെത്തേഡ്. 40-ാമത്തെ ചോദ്യം നോക്കാം. അധ്യാപക സഹായികളുടെ പ്രധാന ലക്ഷ്യം അല്ലാത്തത് ഏത്?
വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ ടീച്ചർ ടെക്സ്റ്റ്? എ. പഠന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിന്. ബി. പഠന നേട്ടങ്ങൾ നിർണ്ണയിക്കുന്നതിന്. സി. കുട്ടികൾക്ക് ഗൃഹപാഠങ്ങൾ നൽകുന്നതിന്. ഡി. വിലയിരുത്തൽ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന്. ടു ഫ്രെയിം ലേണിംഗ് എക്സ്പീരിയൻസസ്, ടു ഫൈൻഡ് ദ ലേണിംഗ് ഔട്ട്കംസ്, to provide home assignments for students and to plan evaluation techniques. ഇതിൻ്റെ ആൻസർ സി ആണ്, കുട്ടികൾക്ക് ഗൃഹപാഠങ്ങൾ നൽകുന്നതിന്. കുട്ടികൾക്ക് ഹോംവർക്ക്സ് നൽകുക എന്നുള്ളത് നമ്മുടെ അധ്യാപക സഹായികളുടെ ഒരു പ്രധാന ലക്ഷ്യമല്ലല്ലോ. സോ അതാണ് ആൻസർ. ഇനി നമുക്ക് 41ാമത്തെ ചോദ്യം നോക്കാം. 1 മില്യണ് തുല്യമല്ലാത്തത് ഏത്? എ 10⁻⁶, ബി 1000 into 1000, സി 10 ലക്ഷം, ഡി 100 കോടി. വിച്ച് ഈസ് നോട്ട് ഈക്വൽസ് ടു 1 മില്യൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി 100 കോടി. 100 crore ആണ് 1 മില്യന് തുല്യമല്ലാത്തത്. 42ാമത്തെ ചോദ്യം. പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗണിത പഠനത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ കണ്ടും കേട്ടും ചെയ്തും, വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക്, പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി അമൂർത്തമായ ആശയങ്ങൾ വേഗത്തിൽ സ്വാംശീകരിക്കുന്നതിന് സഹായിക്കുന്നു. സി ഗണിത പഠനത്തിൽ കുട്ടികളുടെ താൽപ്പര്യം വർദ്ധിക്കുന്നു. ഡി പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാഠവിനിമയത്തിന് കൂടുതൽ സമയം ആവശ്യമാണ്. Which of the following is a false statement about mathematics learning using TLM, teaching learning materials? Option A provides opportunities for learning by seeing, listening and doing, visual, auditory and kinesthetic. B abstract concepts are quickly assimilated. C increases children's interest in mathematics learning. D more time is required for completing the ടോപ്പിക്സ്. ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് തെറ്റായ പ്രസ്താവനയാണ് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാഠവിനിമയത്തിന് കൂടുതൽ സമയം ആവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായ ഒരു പ്രസ്താവനയല്ലേ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 43 നോക്കാം. 36 - 2 × 8/4 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 34, ബി 26, സി 48, ഡി 12. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ബോഡ് മാസ് തിയറി ഉപയോഗിച്ചാണ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ബ്രാക്കറ്റ്സ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അതാണല്ലോ ഈ ബോഡ് മാസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ബോഡ് മാസ് ദ ആൻസർ ഷുഡ് ബി 32 അല്ലേ? 32 ആണ് ആൻസറായിട്ട് വരുന്നത്. പക്ഷേ 32 എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ തന്നിട്ടില്ല. ദ ഗിവൺ ഓപ്ഷൻ സീംസ് ടു ബി എ പ്രിൻറ്റിംഗ് എറർ ആയിരിക്കാം ഒരു പക്ഷേ. ഓക്കെ, ബോഡ് മാസ് റൂൾ നമുക്കറിയാം. ആസ് പെർ ബോഡ് മാസ് റൂൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആർ ഡൺ ബിഫോർ സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷന് മുമ്പാണ് നമ്മൾ അതിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ദ കറക്റ്റ് ആൻസർ ഇസ് 32. പക്ഷെ ഇവിടെ തന്നിട്ടില്ല. കീ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ അറിയാൻ പറ്റും. കീയിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ. ഓക്കെ, ഇവിടെ പിന്നെ തന്നിട്ടുള്ളത് 12 ആണ് തന്നിട്ടുള്ളത്. ആൻസർ അവർ 12 ആണോ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും അറിയില്ല. എനിവേ നിങ്ങൾ എപ്പോഴും ഈ ഒരു ബോഡ് മാസ് റൂള് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടിയ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻസിൽ ഇല്ല എങ്കിൽ ഒന്നുകിൽ ആ ക്വസ്റ്റ്യന് ആൻസർ എഴുതാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള ഈ ഒരു കറക്റ്റ് ആൻസറിനോട് ചേർന്ന് വരുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, 44ാമത്തെ ചോദ്യം. പ്രൈമറി ക്ലാസ്സുകളിലെ ഗണിത പഠനത്തിലെ വിലയിരുത്തൽ മേഖലകളിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ സാമാന്യവൽക്കരണം, ദത്തങ്ങളുടെ ഉപയോഗം, സംഖ്യാബോധം, മുകളിൽ പറഞ്ഞത് എല്ലാം. അസസ്മെൻറ്റ് ഇൻ മാത്തമാറ്റിക്സ് ലേണിംഗ് ഇൻ പ്രൈമറി ക്ലാസ്സസ് ഇൻക്ലൂഡ് ഓപ്ഷൻ എ ജനറലൈസേഷൻ, ബി ഡേറ്റ ഹാൻഡ്ലിംഗ്, സി നമ്പർ സെൻസ് ആൻഡ് ഡി ഓൾ ദ എബോവ്. ആൻസർ ഡി ആണ്, മുകളിൽ പറഞ്ഞത് എല്ലാം, ഓൾ ദ എബോവ്. 45ാമത്തെ ചോദ്യം. 1/7 × 60 × 70 = 90 × 20 എന്നാണ് തന്നിരിക്കുന്നത്. 90 കഴിഞ്ഞുള്ള നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് 5/7 ആണ്, ബി 1/3, സി 3/4 ആൻഡ് ഡി 1/4. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1/3. 46ാമത്തെ ചോദ്യം. 2 ലൈറ്റ് ഹൗസുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലാഷ് ലൈറ്റുകൾ യഥാക്രമം ഓരോ 30 മിനിറ്റിലും ഓരോ 40 മിനിറ്റിലും പ്രകാശിക്കുന്നു.
കൃത്യം 8 മണിക്ക് അവ രണ്ടും ഒരുമിച്ച് പ്രകാശിച്ചു എങ്കിൽ അവ രണ്ടും ഒരുമിച്ച് പ്രകാശിക്കുന്ന അടുത്ത സമയം ഏത്? ഓപ്ഷൻ എ 10 മണി, ബി 11 മണി, സി 12 മണി ആൻഡ് ഡി 1 മണി. ഫ്ലാഷ് ലൈറ്റ്സ് അറ്റാച്ച്ഡ് ടു two lighthouses light up every 30 minutes and every 40 minutes respectively. If they both light up together at exactly 8 o'clock, then what will be the next time they will light up together? 10 o'clock, 11 o'clock, 12 o'clock and 1 o'clock. Answer option A ആണ് 10 മണി, 10 o'clock. 47ാമത്തെ ചോദ്യം, ജനുവരി 5 ശനിയാഴ്ച ആയാൽ ആ മാസം എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടാകും? ഓപ്ഷൻ എ 3, ബി 4, സി 5, ഡി 6. If January 5 is Saturday, then how many Mondays will be there in that month? 3, 4, 5 and 6. ഓപ്ഷൻ ബി ആണ് ആൻസർ 4. 4 തിങ്കളാഴ്ചകൾ ഉണ്ടാകും. ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്കത് ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാം. ജനുവരി 5 ഈസ് എ സാറ്റർഡേ. വി നീഡ് ടു ഫൈൻഡ് ഹൗ മെനി മൺഡേയ്സ് ആർ ഇൻ ദാറ്റ് ജനുവരി. ജനുവരി 5 എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ആണ്. അങ്ങനെയെങ്കിൽ എത്ര തിങ്കളാഴ്ചകൾ ജനുവരിയിൽ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ സ്റ്റെപ്പ് 1 ആയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഡിറ്റർമിൻ ദ ഡേ ഓഫ് ദ വീക്ക് ഫോർ ജനുവരി 1. ജനുവരി 5 എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. സോ കൗണ്ടിങ് ബാക്ക്വാർഡ്, നമ്മളൊന്ന് പിറകിലേക്ക് കൗണ്ട് ചെയ്ത് നോക്കുന്നു. ജനുവരി 5 എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്, 4 ഫ്രൈഡേ ആണ്, 3 തേഴ്സ്ഡേ ആണ്, 2 വെനസ്ഡേ വരും ആൻഡ് 1 ട്യൂസ്ഡേ വരും. ചൊവ്വാഴ്ച വരുന്നത് ജനുവരി 1 ആയിട്ട് വരും. ഓക്കെ, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ലിസ്റ്റ് ഓൾ മൺഡേയ്സ്. എല്ലാ മൺഡേയ്സും നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കണം. ഇഫ് ജനുവരി 1 ഈസ് ട്യൂസ്ഡേ, ജനുവരി 1 എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണെങ്കിൽ ദെൻ ദ ഫസ്റ്റ് മൺഡേ വിൽ ബി ദ നെക്സ്റ്റ് മൺഡേ ആഫ്റ്റർ ജനുവരി 1, റൈറ്റ്? സോ ജനുവരി 1 എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ്, ജനുവരി 2 വെനസ്ഡേ ആണ്, 3 തേഴ്സ്ഡേ ആണ്, 4 ഫ്രൈഡേ ആണ്, 5 സാറ്റർഡേ ആണ് ആൻഡ് 6 സൺഡേ ആണ്. ജനുവരി 7 അടുത്ത മൺഡേ വരുന്നത് ജനുവരി 7-ലാണ്. ഓക്കെ, അപ്പോൾ എല്ലാ മൺഡേയ്സും ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ജനുവരി 7, ജനുവരി 14, ജനുവരി 21, ജനുവരി 28. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. എത്ര മൺഡേയ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തു? There are 4 Mondays in that January. So answer 4 Mondays ആണ്. 4 Mondays നമ്മൾ ലിസ്റ്റ് ചെയ്തില്ലേ? 48ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ കേരളീയ ഗണിത ശാസ്ത്രജ്ഞൻ ആര്? Who among the following is a mathematician from Kerala? ഓപ്ഷൻ എ ശ്രീനിവാസ രാമാനുജൻ, ബി ബ്രഹ്മഗുപ്ത, സി നീലകണ്ഠ സോമയാജി, ഡി പൈഥഗോറസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, നീലകണ്ഠ സോമയാജി. 49ാമത്തെ ചോദ്യം, തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 36 ആയാൽ ചെറിയ സംഖ്യ ഏത്? If the average of 7 consecutive even numbers is 36, what is the smallest number? 42, 36, 30 and 24. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 30. 30 ആൻസർ. 50ാമത്തെ ചോദ്യം, ജാമിതീയ പഠനത്തിനായി വാൻ ഹേലി നിർദ്ദേശിച്ച 5 ഘട്ടങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ സൂത്രവാക്യങ്ങൾ രൂപീകരിക്കൽ, അതായത് ഫോർമേഷൻ ഓഫ് ഫോർമുലെ, ബി ദൃശ്യവൽക്കരണം വിഷ്വലൈസേഷൻ, സി വേർതിരിച്ചെടുക്കൽ അബ്സ്ട്രാക്ഷൻസ് ആൻഡ് ഡി ചിന്തയുടെ കാഠിന്യം റിഗർ. Which of the following is not related to the 5 stage of learning geometry proposed by Van Haley? ഓപ്ഷൻ എ ഫോർമേറ്റീവ് ഓഫ് ഫോർമുലെ, ബി വിഷ്വലൈസേഷൻ, സി അബ്സ്ട്രാക്ഷൻ ആൻഡ് ഡി റിഗർ. ആൻസർ ഓപ്ഷൻ എ ആണ്, സൂത്രവാക്യങ്ങൾ രൂപീകരിക്കൽ, ഫോർമേഷൻ ഓഫ് ഫോർമുലെ. 51ാമത്തെ ചോദ്യം, 2 വരകൾ പരസ്പരം മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകളിൽ ഒരു കോൺ മറ്റൊരു കോണിൻ്റെ പകുതിയാണ് എങ്കിൽ ആ കോണുകളുടെ അളവുകൾ എത്ര വീതമാണ്? ഓപ്ഷൻ എ 60 ഡിഗ്രി, 120 ഡിഗ്രി, ബി 70 ഡിഗ്രി, 140 ഡിഗ്രി, സി 80 ഡിഗ്രി, 160 ഡിഗ്രി, ഡി 90 ഡിഗ്രി, 180 ഡിഗ്രി. If one of the 4 angles formed when 2 lines intersect at a point is half the size of the another angle, then what are the measure each of these angles? Option A 60 degree, 120 degree, B 70 degree, 140 degree, C 80 degree, 160 degree and D 90 degree, 180 degree. ആൻസർ ഓപ്ഷൻ എ ആണ്, 60 ഡിഗ്രി, 120 ഡിഗ്രി, 60 ഡിഗ്രി, 120 ഡിഗ്രി. 52ാമത്തെ ചോദ്യം നോക്കാം. വശങ്ങളുടെ നീളം 1.5 മീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്?
What is the area of square with all sides measuring 1.5 meter? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2 and 1/4 ചതുരശ്ര മീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി 1.25 ചതുരശ്ര മീറ്റർ ആണ് തന്നിട്ടുള്ളത്. സി 3 ചതുരശ്ര മീറ്റർ, ഡി 6 ചതുരശ്ര മീറ്റർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 2 and 1/4 ചതുരശ്ര മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. 53-ാമത്തെ ചോദ്യം, 9 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ടീമുകൾ പരസ്പരം ഒരു തവണ മാത്രം മത്സരിച്ചാൽ ആകെ എത്ര മത്സരങ്ങൾ ഉണ്ടാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 9 countries participated in a cricket tournament. If each team compete with another team only once, then how many matches will be there? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 45, 36, 18, 9, 45, 36, 18 ആൻഡ് 9 ആണ്. സോ ആൻസർ വരുന്നത് 36 ആണ്. ഓപ്ഷൻ ബി 36, 36 ആണ് കറക്റ്റ് ആൻസർ. 54-ാമത്തെ ക്വസ്റ്റ്യൻ, സമയം 5:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രിയാണ്? The angle between the hour hand and the minute hand in degrees when a clock shows 5:15 is dash. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 60, ബി 62.5, ഓപ്ഷൻ സി 67.5, ഓപ്ഷൻ ഡി 72.5. ഇതിൽ ആൻസർ സി ആണ്, 67.5. 55-ാമത്തെ ചോദ്യം, 12 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവും 14 സെൻറ്റിമീറ്റർ ചുറ്റളവുമുള്ള ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയുമാകാൻ സാധ്യതയുള്ളത് ഏത്? ഓപ്ഷൻ എ നീളം 4 സെൻറ്റിമീറ്റർ, വീതി 3 സെൻറ്റിമീറ്റർ, ബി നീളം 6 സെൻറ്റിമീറ്റർ, വീതി 2 സെൻറ്റിമീറ്റർ, സി നീളം 12 സെൻറ്റിമീറ്റർ, വീതി 1 സെൻറ്റിമീറ്റർ, ഡി നീളം 9 സെൻറ്റിമീറ്റർ, വീതി 4 സെൻറ്റിമീറ്റർ. What are the possible length and breadth of a rectangle of area 12 square perimeter 14 centimeter എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എ ലെങ്ത് 4 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ, ബി ലെങ്ത് 6 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ, സി ലെങ്ത് 12 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ, ആൻഡ് ഓപ്ഷൻ ഡി ലെങ്ത് 9 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, നീളം 4 സെൻറ്റിമീറ്ററും വീതി 3 സെൻറ്റിമീറ്ററും, ലെങ്ത് 4 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റേഴ്സ്. 56-ാമത്തെ ചോദ്യം, ഫിബൊനാച്ചി ശ്രേണി, ഫിബൊനാച്ചി സീക്വൻസ് എന്നറിയപ്പെടുന്ന സംഖ്യാശ്രേണി ഏതാണ്? ഓപ്ഷൻ എ 2, 4, 6, 8, 10, ബി 1, 1, 2, 3, 5, 8, സി 1, 3, 5, 7, 9, ഡി 1, 3, 6, 19, 15, 21. Which of the following is known as Fibonacci sequence? 2, 4, 6, 8, 10. 1, 1, 2, 3, 5, 8. 1, 3, 5, 7, 9. 1, 3, 6, 19, 15, 21. ഇതിലേതാണ്? ഫിബൊനാച്ചി ശ്രേണി എന്നാൽ എന്താണ്? ഫിബൊനാച്ചി സീക്വൻസ്, ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് വെർ ഈച്ച് നമ്പർ ഈസ് ദ സം ഓഫ് ദ 2 നമ്പേഴ്സ് ബിഫോർ ഇറ്റ്. അതായത് ഈ ഒരു ശ്രേണിയിൽ ഓരോ സംഖ്യയും അതിന് തൊട്ട് മുൻപുള്ള 2 സംഖ്യകളുടെ തുകയാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 1, 1, 2, 3, 5, 8 എന്നുള്ളതാണ് ആൻസർ. 1, 1, 2, 3, 5, 8. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ 1നോട് 1 ആണല്ലോ ഫസ്റ്റ് നമ്പറായിട്ട് തന്നിട്ടുള്ളത്. സോ ആ 1നോട് നെക്സ്റ്റ് സംഖ്യ ആഡ് ചെയ്യുന്നു. 1 തന്നെ ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടുന്നു. ഇനി 2വിനോട് അതിന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ 1 ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സംഖ്യയായ 3 കിട്ടുന്നു. 3യോട് അതിന് തൊട്ട് മുന്നേയുള്ള 2 ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സംഖ്യയായ 5 കിട്ടുന്നു. 5നോട് തൊട്ട് മുന്നേയുള്ള 3 ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സംഖ്യയായ 8 കിട്ടുന്നു. അങ്ങനെ ആ ഒരു സീക്വൻസ് കണ്ടിന്യൂ ചെയ്ത് പോകും. 1, 1, 2, 3, 5, 8. അടുത്ത കിട്ടുന്ന ഏതാണ്? 15 കിട്ടും, 13, 21, 34. അങ്ങനെ ആ സീക്വൻസ് കണ്ടിന്യൂ ചെയ്ത് പോകും. 57-ാമത്തെ ചോദ്യം തന്നിരിക്കുന്നത്, ചുവടെ തന്നിരിക്കുന്ന ഗണിത പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? കേരളത്തിലെ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ 10 വർഷം ലഭിച്ച മഴയുടെ ശരാശരി കണ്ടെത്തി ഗ്രാഫിൽ ചിത്രീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ക്വസ്റ്റിന് ഉത്തരം കണ്ടെത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതെന്നാണ് നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ ആഗമന രീതി, ബി നിഗമന രീതി, സി പ്രോജക്റ്റ് രീതി, ഡി പരീക്ഷണ രീതി. വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം ഗിവൺ ബിലോ? പ്രോബ്ലം
Find the average rainfall received in the last 10 years in various districts of Kerala and plot it on a graph paper. Option A, inductive method, B, deductive method, C, project method and D, experimental method. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തണമെങ്കിൽ അതായത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ 10 വർഷം ലഭിച്ച മഴയുടെ ശരാശരി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ കണ്ടെത്തിയാൽ മാത്രമേ അത് ഗ്രാഫിൽ ചിത്രീകരിക്കാൻ കഴിയൂ. സോ അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റ് രീതി തന്നെ നമ്മൾ ആവിഷ്കരിക്കണം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, പ്രോജക്റ്റ് രീതി. പ്രോജക്റ്റ് മെത്തേഡാണ് ആൻസർ. 58ാമത്തെ ചോദ്യം നോക്കാം. ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 145.71 എന്ന് കിട്ടി. സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 1619, ബി 1.619, സി 16.19, ഡി 161.9. A number multiplied by 9 gives 145.71. What is the number? എ ഓപ്ഷൻ തന്നിരിക്കുന്നത് 1619, ബി തന്നിരിക്കുന്നത് 1.619, സി 16.19 ആൻഡ് ഡി തന്നിരിക്കുന്നത് 161.9 ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി 16.19 ആണ്. 16.19 ആണ് ഉത്തരം. 59ാമത്തെ ചോദ്യം നോക്കാം. അച്ഛൻ്റെ വയസ്സ് 50, മകൻ്റെ വയസ്സ് 18 എങ്കിൽ എത്ര വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും? ഓപ്ഷൻ എ 21, ബി 18, സി 12, ഡി 14. Father is 50 years old and his son is 18 years old. After how many years the age of father will twice the son's age? Option A 21, B 18, C 12 and D 14. ആൻസർ ഓപ്ഷൻ ഡി ആണ് 14. 14 ആണ് ആൻസർ. 60ാമത്തെ ചോദ്യം നോക്കാം. 24 കിലോഗ്രാം പഞ്ചസാര 7 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം വീതം പഞ്ചസാര ലഭിക്കും? If 24 kilogram of sugar was divided equally among 7 people, how many kilogram of sugar will each person get? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 3 കിലോഗ്രാമും 7ൽ 3 ഭാഗവും കൂടി കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 3 and 3/7 കിലോഗ്രാം കിട്ടും. ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് 7 കിലോഗ്രാമും 3/4 ഭാഗവും കൂടി, അതായത് 7.25 കിലോഗ്രാം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സി തന്നിരിക്കുന്നത് 8 കിലോഗ്രാമും 7ൽ 1 ഭാഗവും കിട്ടും. ഡി തന്നിരിക്കുന്നത് 2 കിലോഗ്രാമും 7ൽ 4 ഭാഗവും മാത്രമേ കിട്ടത്തുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 3 and 3/7 കിലോഗ്രാം കിട്ടും. ഓക്കെ ഡിയേഴ്സ്, ഇന്നത്തെ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കേറ്ററ്റ് കാറ്റഗറി 1ൻ്റെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ ക്ലാസ് ആണ് നെക്സ്റ്റ് വീഡിയോ നമുക്ക് വരുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.